H1B വിസ ഫീസ് കുത്തനെ ഉയർത്തിയ അമേരിക്കയുടെ നടപടി ഇന്ത്യൻ തൊഴിലന്വേഷകരിൽ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാനാകും എന്നാണ് ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ഓവർ ടു ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ്. നമുക്കൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞു. എന്നാൽ നമ്മളെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. പറയൂ. SKN ഇന്ത്യൻ തൊഴിലന്വേഷകരെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമെന്ന് പറയാതെ വയ്യ. അപ്രതീക്ഷിതമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഈ നിലയിലുള്ള തീരുമാനമെടുത്തത്. H1B വിസ ഫീസിൽ വലിയ വർധനവ് വരുത്തി. ഇപ്പോൾ പരമാവധി $8,500 വരെ എന്നത് ആ വിസയുടെ ഫീസ് $1,00,000 എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തത്. അതായത് ഏതാണ്ട് 88 ലക്ഷം രൂപ ശരാശരി ഇപ്പോൾ ഈ വിസയ്ക്കായി H1B വിസയ്ക്കായി ഇന്ത്യൻ തൊഴിലന്വേഷകർ ചെലവഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ, അവിടെ വിസ നൽകുന്ന കമ്പനികൾ അവർ ചെലവഴിക്കേണ്ടി വരും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഈ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുതുതായി തൊഴിലന്വേഷകരെ എടുക്കുന്നതിന് വിമുഖത കാട്ടും എന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട്. നിലവിലെ H1B വിസക്കാർക്ക് അതൊരു പ്രശ്നമാകില്ല. ഇപ്പോൾ നിലവിലത് പ്രശ്നമല്ല. അവർ അമേരിക്കയിലേക്ക് എത്തുന്നതിന്, അവർ അമേരിക്കയിൽ നിന്നും നാടുകളിലേക്ക് എത്തി തിരികെ എത്തുന്നതിനൊക്കെ അത് തടസ്സമല്ല എന്ന കാര്യം ഇന്നലെ വൈകി അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ചില മണിക്കൂറുകളിൽ സൃഷ്ടിച്ച ആശങ്ക അത് വളരെ വലുതായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ ഇന്ത്യക്കാർ, അവർക്ക് ഇന്ന് വരെയാണ് അതിന് നേരത്തെ ആദ്യ വന്ന വാർത്തകളിൽ ഇന്ന് അമേരിക്കൻ സമയം രാത്രി 12 മണിക്കകം അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കയിലുള്ള പല സ്ഥാപനങ്ങളും നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് രാത്രി 12 മണിക്കകം ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന H1B വിസക്കാർ തിരികെ എത്തണം എന്നത്. അത് ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിനുള്ള യാത്രാ ദൈർഘ്യം, അതോടൊപ്പം തന്നെ അതിന് ടിക്കറ്റ് കിട്ടാനുള്ള ദൗർലഭ്യം, വിമാനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിലുണ്ട ഈ H1B വിസക്കാർക്ക്, അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തിയ ആ വിസക്കാർക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചു. അമേരിക്കയിലേക്കുള്ള വിമാന നിരക്കും കുത്തനെ ഇന്നലെ ഉയരുന്നതിന് സാക്ഷ്യം വഹിച്ചു. അതിനുശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണവും വ്യക്തതയും ഇക്കാര്യത്തിൽ വരുത്തിയത്. ഏതായാലും ഇന്ത്യൻ തൊഴിലന്വേഷകർ പുതുതായി IT അടക്കമുള്ള IT, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ അമേരിക്കൻ കമ്പനികളിലേക്ക് തൊഴിലന്വേഷിച്ച് പോകാനിരുന്നവർക്ക് ഇപ്പോഴത്തെ ഈ തീരുമാനം തിരിച്ചടിയാകും. കാരണം H1B വിസക്കാർക്ക് ഇപ്പോൾ ശരാശരി ലഭിക്കുന്ന വാർഷിക ശമ്പളം ഏതാണ്ട് 58 ലക്ഷം രൂപയാണ്. അതിൽ ഈ വിസ ഫീസിന് തന്നെ 88 ലക്ഷം രൂപയോളം സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ അത്രയും ഉയർന്ന തുക നൽകിക്കൊണ്ട് ഇവിടെ നിന്ന് തൊഴിലന്വേഷകരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് മാത്രമല്ല, ഉയർന്ന ശമ്പളത്തിനുള്ള വളരെ വിദഗ്ധരായ തൊഴിലാളികളെ മാത്രമേ, ജീവനക്കാരെ മാത്രമേ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോകാൻ ചില കമ്പനികളെങ്കിലും തയ്യാറാകൂ എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഈ H1B വിസയുടെ തന്നെ അതിൻ്റെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷം 2024 ഇഷ്യൂ ചെയ്ത ആ H1B വിസയിൽ 71% ഇന്ത്യക്കാരാണ് അവിടെ എത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് 11% മാത്രമാണ് H1B വിസക്കാരായി അവിടെ ഉള്ളത് എന്നറിയുമ്പോൾ തന്നെ ഇന്ത്യ എത്രമാത്രം, ഇന്ത്യയിലെ തൊഴിലന്വേഷകർ ഈ H1B വിസയെ ആശ്രയിക്കുന്നു എന്നത് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇതിനിപ്പോൾ പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇതിനുള്ള പോംവഴികൾ, ഒന്ന്, ഈ അമേരിക്കയിലുള്ള സ്ഥാപനങ്ങൾ അവർ ഇന്ത്യയിലെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ആ ജീവനക്കാരെ ഇന്ത്യയിലേക്ക് മാറ്റുക എന്നതാണ് അവർ ഒരു പോംവഴിയായി നിരത്തുന്ന ഒരു കാര്യം. മറ്റൊന്ന്, അവർ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഈ വിവിധ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ, GCC സെൻറ്ററുകൾ എന്ന നിലയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസുകൾ, അത് ഈ GCC സെൻറ്ററുകൾ കൂടുതലായി വ്യാപകമാക്കുക. ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് 1900-ഓളം GCCകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. അതിൽ 40 GCCകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. കൊച്ചി ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ചുമാണ് ഈ GCCകൾ പ്രവർത്തിക്കുന്നത്. അവിടെ നേരത്തെ അതൊരു ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ ബാക്ക് ഓഫീസുകളായാണ് ഇത് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ ഗവേഷണം തുടങ്ങി R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് തുടങ്ങി വിവിധ മേഖലകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ GCCകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, കൂടുതൽ കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കുക, അതിന് വരുന്ന 3 വർഷത്തിനകം 3 മടങ്ങാക്കും വിധം GCCകൾ എണ്ണം 3 മടങ്ങാക്കും വിധം ഒരു GCC നയത്തിന് കേരളം ഉടൻ അംഗീകാരം നൽകാൻ പോവുകയാണ്.
ഈ നിലയിലുള്ള ഈ പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം പോലും 2016 78,000 IT പ്രൊഫഷണലുകളാണ് കേരളത്തിലുള്ളതെങ്കിൽ ഇപ്പോൾ അത് 2.5 ലക്ഷം ആയിരിക്കുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 1500 IT കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സർക്കാരിൻ്റെ പക്കലുള്ള കണക്ക്. ഇവയുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പോംവഴി. SK. ഓക്കെ, താങ്ക് യു. H1B വിസയ്ക്ക് ഒരിക്കൽ മാത്രമുള്ള ഫീസാണ് ഈ $1,00,000 എന്ന് പറയുന്നത്. കാര്യം ഈ വിസയുടെ ഓരോ വർഷവും അത് അങ്ങനെ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. കയ്യിൽ വിസയുള്ളവർക്ക് പേടിക്കാനില്ല, അതുപോലെ പുതുക്കാനുള്ളവർക്കും പേടിക്കാനില്ല. പുതിയതായി പോകുന്ന ആളുകൾക്ക് ഇരുട്ടടി തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.